റിയൽമിയുടെ X50 എന്ന ഫോണ് ചൈനയിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി X50യുടെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. ആ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ മുകളിൽ ഐ ബട്ടണിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. റിയൽമി X50 വരുന്നത് 6.57 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ അല്ല കൊടുത്തിരിക്കുന്നത്. റെഡ്മി K30 പോലെ തന്നെ ഈ ഫോണിലും LCD ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ റെഡ്മി K30 പോലെ തന്നെ ഈ ഫോണിൽ നമുക്ക് ഡ്യുവൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ നമുക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ഫോണുകളിൽ നമുക്ക് 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക. ഇതേ ഒരു ഫീച്ചർ നമ്മൾ റെഡ്മി K30 എന്നുള്ള ഫോണിലും കണ്ടിട്ടുള്ളതാണ്. ഈ ഫോണിൽ നമുക്ക് ഏകദേശം 90.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിലാണ്, പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ഗ്ലാസ് ബാക്ക് ബോഡിയാണ് ലഭിക്കുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 765G എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ പ്രോസസ്സറിൽ 5G മോഡം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 8GB റാമാണ് ലഭിക്കുന്നത്. 6GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും 12GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, 8GB റാമിൻ്റെ കൂടെ നമുക്ക് 128GB ഇൻറ്റേർണലാണ് ലഭിക്കുന്നത്. എന്നാൽ 6GB റാമിൻ്റെ കൂടെ നമുക്ക് 256GB ഇൻറ്റേർണൽ ലഭിക്കുന്നുണ്ട്. 8GB റാമിൻ്റെ വെർഷനാണ് ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ 12GB റാമിൻ്റെ കൂടെ നമുക്ക് 256GB ഇൻറ്റേർണലാണ് ലഭിക്കുന്നത്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതുവരെയുള്ള റിയൽമി ഫോണുകളിലൊക്കെ കളർ OS സോഫ്റ്റ്വെയർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. റിയൽമി UI സോഫ്റ്റ്വെയറുമായിട്ട് വരുന്ന ആദ്യത്തെ ഫോണാണിത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് 4 ക്യാമറ സെൻസേഴ്സാണ് ലഭിക്കുന്നത്. 64 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. സാംസങ്ങിൻ്റെ GW1ൻ്റെ സെൻസറാണിത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ 12 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 20x ഹൈബ്രിഡ് സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നാലാമത് 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 16 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. സോണി IMX471ൻ്റെ സെൻസറാണിത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 105 ഡിഗ്രിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേക്കുള്ളിലാണ് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൈറസ് ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നില്ല. ഈ ഫോണിൻ്റെ കൂടെ തന്നെ റിയൽമിയുടെ ഇയർബഡ്സ് ലോഞ്ച് ചെയ്തിരുന്നു. ഇയർബഡ്സിൻ്റെ സെയിൽ കൂട്ടാനായിരിക്കാം ഈ ഫോണിലെ 3.5mm ഓഡിയോ ജാക്ക് ഒഴിവാക്കിയത്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 4200 mAhൻ്റെ ബാറ്ററിയാണ് ലഭിക്കുന്നത്. പിന്നെ 30 വാട്ടിൻ്റെ vooc 4.0 ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോൺ 30 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം 70% വരെ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് ഏകദേശം 25,000 രൂപയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് റിയൽമി X50 വരുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റെഡ്മി K30യുടെ 5G വെർഷൻ ലോഞ്ച് ചെയ്തിരുന്നു. ആ ഒരു ഫോണിൽ നമുക്ക് ഏകദേശം ഇതേ ഒരു സ്പെസിഫിക്കേഷൻ തന്നെയാണ് ലഭിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, സ്നാപ്ഡ്രാഗൺ 765G പ്രോസസ്സർ, 64 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പൊക്കെ. ആ ഒരു ഫോൺ വന്നിരുന്നത് ഏകദേശം 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പക്ഷേ ഈ ഫോൺ വരുന്നത് ഏകദേശം 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അവർ റെഡ്മി K30 5G ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഫോൺ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.